ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും മിഠായി പൊതിയിലേക്ക് സ്വാഗതം. KPSTA സ്വദേശ് മെഗാ ക്വിസിൽ ഹൈസ്കൂൾ ഹയർ സെക്കൻഡറി ലെവലിൽ ചോദിക്കാൻ സാധ്യതയുള്ള കുറച്ച് ചോദ്യങ്ങളാണ് ഇന്നത്തെ വീഡിയോയിൽ. സ്വാതന്ത്ര്യാനന്തര ഇന്ത്യ ആഫ്റ്റർ ഇൻഡിപെൻഡൻസ് എന്ന ഒരു ടോപ്പിക്കാണ് എടുത്തിരിക്കുന്നത്. അതിൽ നിന്നും പ്രാഥമികമായ കുറച്ച് ചോദ്യങ്ങൾ. സ്വാതന്ത്ര്യാനന്തര ഭാരതത്തിനായി വ്യക്തിഗത ഇനത്തിൽ തുടർച്ചയായി 2 ഒളിമ്പിക് മെഡലുകൾ നേടിയ ആദ്യത്തെ കായിക താരം സുശീൽ കുമാർ. സ്വാതന്ത്ര്യാനന്തര ഇന്ത്യ 47-ന് ശേഷം സുശീൽ കുമാർ ശരിയായ ഉത്തരവാണ്. അദ്ദേഹത്തിന്റെ ഇനം എന്തായിരുന്നു? ഗുസ്തിക്കാരനാണ്. 2008-ലെ ബീജിംഗ് ഒളിമ്പിക്സിലും 2012-ലെ ലണ്ടൻ ഒളിമ്പിക്സിലും ആദ്യം വെങ്കലം, പിന്നെ വെള്ളി. ഓക്കെ, എങ്കിൽ സെയിം ക്വസ്റ്റ്യൻ, ഒരു വ്യത്യാസം മാത്രം. സ്വാതന്ത്ര്യാനന്തര ഇന്ത്യയിൽ വ്യക്തിഗത ഇനത്തിൽ തുടർച്ചയായി 2 ഒളിമ്പിക് മെഡൽ നേടിയ ആദ്യത്തെ ഭാരതീയ വനിത. ബാഡ്മിന്റണിൽ PV സിന്ധു. ഏതൊക്കെ വർഷമാണെന്ന് നിഷാൻ അറിയാവോ? 2016-ലെ റിയോ ഒളിമ്പിക്സിൽ വെള്ളി കിട്ടി. 2020-ലെ ടോക്കിയോ ഒളിമ്പിക്സിൽ വെങ്കലമായിരുന്നു. ശരി. അങ്ങനെയാണെങ്കിൽ ഒരൊറ്റ ഒളിമ്പിക്സിൽ തന്നെ 2 മെഡൽ നേടിയ ഒരു ഇന്ത്യൻ താരമുണ്ട്. മനു ഭാക്കറാണ്. ശരിയായ ഉത്തരവാണ്. ഏറ്റവും അവസാനത്തെ ഒളിമ്പിക്സിൽ അല്ലേ? ഏതൊക്കെ മറ്റേ ഷൂട്ടിംഗ് ആയിരുന്നു. ഇതിനു മുമ്പും ഉണ്ട് ഒരാൾക്ക്, പക്ഷെ അത് സ്വാതന്ത്ര്യാനന്തര ഇന്ത്യ എന്ന് പറയാൻ പറ്റില്ല. 1900-ലെ പാരീസ് ഒളിമ്പിക്സിൽ, സ്വാതന്ത്ര്യത്തിനൊക്കെ വളരെ വർഷങ്ങൾക്ക് മുമ്പ്. ഇന്ത്യക്കാരനല്ല, ഇന്ത്യക്ക് വേണ്ടിയിട്ടാണ്. ഇന്ത്യൻ വംശ വിദേശിയാണ്. ആരായിരുന്നു? നോർമൻ പ്രിച്ചാർഡ്. അദ്ദേഹത്തിന് അത്ലറ്റിക്സിൽ 2 മെഡലുകൾ 1900-ലെ പാരീസ് ഒളിമ്പിക്സിൽ കിട്ടിയിട്ടുണ്ട്. ശരി. എങ്കിൽ ഇതുമായി ബന്ധപ്പെട്ടാണെങ്കിൽ കൂടി നിഷാൻ, ഇന്ത്യക്ക് വേണ്ടി വ്യക്തിഗതമായിട്ട് ഒരു സ്വർണം വാങ്ങിയ ആദ്യത്തെ ഒളിമ്പ്യൻ അഭിനവ് ബിന്ദ്രയാണ്. 2008-ലെ ബീജിംഗ് ഒളിമ്പിക്സിൽ ഷൂട്ടിംഗിൽ സ്വർണം നേടി. കറക്റ്റ് ആണ്. അങ്ങനെയാണ് നിബിയോട് വ്യക്തിഗത സ്വർണം നേടിയ ആദ്യത്തെ ഇന്ത്യൻ അത്ലറ്റ് നീരജ് ചോപ്ര. അദ്ദേഹം വ്യക്തിഗത ഇനത്തിൽ സ്വർണം നേടിയെന്ന് മാത്രമല്ല, തുടർച്ചയായി 2 ഒളിമ്പിക്സിൽ മെഡൽ കിട്ടിയ ആദ്യത്തെ അത്ലറ്റ് എന്ന് വേണമെങ്കിൽ അദ്ദേഹത്തെ വിശേഷിപ്പിക്കാം. നീരജ് ചോപ്രയ്ക്ക് ആദ്യം സ്വർണം, പിന്നീട് കഴിഞ്ഞ പ്രാവശ്യം വെള്ളിയും കിട്ടി. ആദ്യത്തെ സ്വാതന്ത്ര്യാനന്തര ഇന്ത്യക്ക് വേണ്ടിയിട്ട് വ്യക്തിഗത ഇനത്തിൽ ആദ്യത്തെ മെഡൽ നേടിയ വ്യക്തി ആരാ? KD ജാദവാണ്. 1952-ൽ ഗുസ്തിയാണോ ബോക്സിംഗ് ആണോ? ഗുസ്തി അല്ലേ? ഗുസ്തിക്കാരനായ KD ജാദവ്. ശരിയാണ്. വനിതയുടെ കാര്യം പറയോ? വ്യക്തിഗത മെഡൽ കിട്ടിയ ആദ്യത്തെ വനിത വെയിറ്റ് ലിഫ്റ്റിംഗ് ആയിരുന്നു. ഭാരോദ്വഹനത്തിൽ കർണം മല്ലേശ്വരി. ഓക്കെ. എങ്കിൽ ഒന്ന് വിഷയം മാറി. അടുത്ത ചോദ്യം. 1952-ലായിരുന്നു ഇന്ത്യയിലെ ആദ്യത്തെ തെരഞ്ഞെടുപ്പ്, സ്വതന്ത്ര ഇന്ത്യയിലെ ആദ്യത്തെ തെരഞ്ഞെടുപ്പ്. ആ തെരഞ്ഞെടുപ്പിൽ ഒരു സ്വതന്ത്രനായിട്ട് മത്സരിച്ച് വലിയ ഭൂരിപക്ഷത്തോടു കൂടി വിജയിച്ച ഒരു സയന്റിസ്റ്റ്, ഒരു ശാസ്ത്രജ്ഞനുണ്ട്. ആരാണ്? മേഘനാഥ് സാഹ. ശരിയായ ഉത്തരവാണ്. ഓർത്തു വെക്കണം കേട്ടോ. അദ്ദേഹം ആസ്ട്രോഫിസിക്സ് എന്ന് പറഞ്ഞാൽ മെയിൻ അദ്ദേഹത്തിന്റെ പരീക്ഷണ മേഖല എന്ന് പറയുന്നത് ആസ്ട്രോഫിസിക്സ് ആയിരുന്നു. ഫിസിക്സ് ആണ്, എന്നാൽ എന്തോ കറക്റ്റ് പറഞ്ഞേ? ജ്യോതിഷമല്ല, ജ്യോതിശാസ്ത്രം. റൈറ്റ്, ജ്യോതിശാസ്ത്രമാണ് അദ്ദേഹത്തിന്റെ മെയിൻ. ഇത് ആസ്ട്രോഫിസിക്സിലെ താപ അയണീകരണ സമവാക്യം അദ്ദേഹവുമായി ബന്ധപ്പെട്ടതാണ്. ഇനി വേറൊന്നുകൂടെ പറയാം. ഒരു ഇന്ത്യയിലെ വളരെ പ്രധാനപ്പെട്ട ഒരു വിവിധോദ്ദേശ നദീജല പദ്ധതി എന്ന് പറഞ്ഞാൽ, ഇപ്പം ഇടുക്കിയിലത് കരണ്ട് ഉണ്ടാക്കാൻ വേണ്ടി മാത്രമാണ്, അല്ലെ മലമ്പുഴയിലത് കരണ്ട് ഉണ്ടാക്കില്ല, ജലസേചനത്തിന് വേണ്ടിയുള്ള നമ്മുടെ ഡാമുകൾ. അങ്ങനല്ല, ഇതെല്ലാം കൂടെ ഒന്നിച്ച് ചില ഡാമുകൾ പറ്റും. അതിനെയാണ് നമ്മൾ വിവിധോദ്ദേശ പദ്ധതികൾ എന്ന് പറയുന്നത്. അങ്ങനെയുള്ള ഇന്ത്യയിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നിന്റെ രൂപരേഖ തയ്യാറാക്കിയത് കൂടി മേഘനാഥ് സാഹയാണ്. ദാമോദർ വാലി. ശരിയായ ഉത്തരവാണ്. ബംഗാളിലെ ദാമോദർ വാലിയാണ്. ഓക്കെ, എങ്കിൽ വീണ്ടും ചോദിക്കട്ടെ. ഇപ്പം ഈ പറഞ്ഞതുകൊണ്ട് ഇന്ത്യൻ ശാസ്ത്ര സാങ്കേതിക ഗവേഷണശാലകളുടെ പിതാവ് എന്നറിയപ്പെടുന്ന ഒരു സയന്റിസ്റ്റ് ഉണ്ട്. നമ്മൾ ഓർക്കേണ്ടത്, സ്വാതന്ത്ര്യം കിട്ടിയതിനു ശേഷം ഇന്ത്യ വിവിധ ശാസ്ത്ര മേഖലകളിൽ വലിയ വളർച്ച ഉണ്ടാക്കിയിട്ടുണ്ട്. അതിന് ഏറ്റവും കടപ്പെട്ടിരിക്കുന്ന ഒരു സയന്റിസ്റ്റ്. അതുകൊണ്ടാണ് അദ്ദേഹത്തെ ഇന്ത്യൻ ശാസ്ത്ര സാങ്കേതിക ഗവേഷണശാലകളുടെ പിതാവ് എന്ന് വിളിക്കുന്നത്. ശാന്തി സ്വരൂപ്. അതെ, ഇന്ത്യയിലെ ഏറ്റവും പ്രധാനപ്പെട്ട ശാസ്ത്ര പുരസ്കാരം. സയന്റിഫിക് മേഖലകളിലെ ശാസ്ത്രജ്ഞന്മാരും വിവിധ മേഖലകളിലെ സംഭാവനയ്ക്ക് കിട്ടുന്ന ഏറ്റവും പ്രധാനപ്പെട്ട അവാർഡ് ഭട്നാഗർ അവാർഡാണ്. ശാന്തി സ്വരൂപ് ഭട്നാഗർ അവാർഡാണ്. നിഷാന് വേണ്ട ഒരു ചാൻസ് തരികയാണ്. ഇന്ത്യയിലെ വളരെ പ്രധാനപ്പെട്ട ഒരു വിദ്യാഭ്യാസ സ്ഥാപനത്തിന്റെ ആദ്യത്തെ അധ്യക്ഷൻ ഇദ്ദേഹമായിരുന്നു, ശാന്തി സ്വരൂപ് ഭട്നാഗർ. വളരെ പ്രധാനപ്പെട്ട ഒരു വിദ്യാഭ്യാസ സ്ഥാപനം, ഇന്ത്യയിലെ യൂണിവേഴ്സിറ്റികളെയൊക്കെ നിയന്ത്രിക്കുന്ന സ്ഥാപനം. നിനക്കറിയോ? ഏതാ നിവി? UGCയുടെ യൂണിവേഴ്സിറ്റി ഗ്രാന്റ്സ് കമ്മീഷൻ UGCയുടെ ആദ്യത്തെ അധ്യക്ഷനാണ്
ശാന്തി സ്വരൂപ് ഭട്നാഗർ. ഒരു കാര്യം ഓർക്കുക, ഈ UGC സ്ഥാപിക്കപ്പെട്ട വർഷം 1943. അയ്യോ അല്ല 53. സ്വാതന്ത്ര്യമൊക്കെ കിട്ടിയതിനു ശേഷം മൗലാന അബുൽ കലാം ആസാദ് ഇന്ത്യയുടെ വിദ്യാഭ്യാസ മന്ത്രിയായിരുന്ന സമയമാണ് 1953 ആണ്. ഓക്കെ, ഇനി ഇതുപോലെ ഈ ഇദ്ദേഹത്തിന്റെ കാര്യം പറയുമ്പോൾ, ശാന്തി സ്വരൂപ് ഭട്നാഗറിന്റെ കാര്യം പറയുമ്പോൾ നമ്മൾ പ്രത്യേകം ഓർക്കേണ്ട ഒന്നാണ്, അദ്ദേഹം മുൻകൈ എടുത്ത് സ്ഥാപിച്ച ഒരു സ്ഥാപനമാണ് ഇന്ത്യയിലെ ശാസ്ത്ര മേഖലയിലെ അവസാനത്തെ വാക്ക് CSIR. വാട്ട് ഈസ് ദ ഫുൾ ഫോം ഓഫ് CSIR? കൗൺസിൽ ഓഫ് സയന്റിഫിക് ആൻഡ് ഇൻഡസ്ട്രിയൽ റിസർച്ച്. കൗൺസിൽ ഓഫ് സയന്റിഫിക് ആൻഡ് ഇൻഡസ്ട്രിയൽ റിസർച്ച് 1942 സ്ഥാപിക്കപ്പെട്ട CSIR, അത് സ്ഥാപിക്കാൻ വേണ്ടി മുൻകൈ എടുത്തതും ശാന്തി സ്വരൂപ് ഭട്നാഗറാണ്. അതാ വീണ്ടും ഇന്ത്യൻ ആണവോർജ കമ്മീഷന്റെ ആദ്യത്തെ അധ്യക്ഷൻ ഹോമി ജഹാംഗീർ ബാബ, HJ ബാബയാണ്. സ്വാതന്ത്ര്യാനന്തര ഇന്ത്യയിലെ ഒരു ഭാഗത്ത് സ്പേസ്, അത് നമ്മൾ പ്രത്യേകം പഠിക്കുന്നുണ്ട്, സ്പേസ് ആണ് ഒരു ഭാഗത്ത് വലിയ നേട്ടങ്ങൾ ഉണ്ടാക്കിയതെങ്കിൽ മറുഭാഗത്ത് അതുപോലെ മെച്ചമുണ്ടാക്കിയ ഒരു മേഖലയാണ് ആണവ മേഖല, അല്ലെ? അപ്പൊ അതിൽ ഇന്ത്യൻ ആണവശാസ്ത്രത്തിന്റെ പിതാവ് എന്നൊക്കെ വിശേഷിപ്പിക്കപ്പെടാവുന്ന ആളാണ് ഹോമി ജഹാംഗീർ ബാബ. അപ്പൊ അദ്ദേഹം ആണവോർജ കമ്മീഷന്റെ ആദ്യത്തെ അധ്യക്ഷനായിരുന്നു. അതുപോലെ തന്നെ അദ്ദേഹത്തിന് മറ്റൊരു വലിയ പ്രസക്തിയുണ്ട്, ഓർത്തു വെക്കുക. അതിങ്ങനെ പലപ്പോഴും ചോദ്യങ്ങൾ കണ്ടിരിക്കുന്നത്, ഇന്റർനാഷണൽ യൂണിയൻ ഫോർ പ്യുവർ ആൻഡ് അപ്ലൈഡ് ഫിസിക്സിന്റെ അധ്യക്ഷനായിട്ടുള്ള ഇന്ത്യക്കാരൻ അറിയാലോ ആരാന്ന്? ഹോമി ജഹാംഗീർ ബാബ, ഇന്റർനാഷണൽ യൂണിയൻ ഓഫ് പ്യുവർ ആൻഡ് അപ്ലൈഡ് ഫിസിക്സിന്റെ അധ്യക്ഷൻ. നമുക്ക് ഏറ്റവും വലിയൊരു സങ്കടമുള്ളത് ഇദ്ദേഹത്തിന്റെ മരണമാണ്. ഇപ്പോഴും ചെറിയ സംശയങ്ങളുണ്ട്, ഇത് ഏതെങ്കിലും ഇന്ത്യയുടെ സയന്റിഫിക് വളർച്ച തടയാൻ വേണ്ടി മറ്റേതോ രാജ്യത്തിന്റെ ചാരസംഘടന ഇടപെടലിലാണോ ഇദ്ദേഹം കൊല്ലപ്പെട്ടതെന്നൊക്കെ. എങ്ങനെ ഇദ്ദേഹം മരിച്ചത്? വിമാനാപകടത്തിലാണ് മരണപ്പെട്ടത്. ഏത് വർഷമാണ്? ആൽപ്സ് പർവ്വതനിരയിൽ. അതെ, 1966 യൂറോപ്പിൽ ആൽപ്സ് പർവ്വതനിരകളിലുണ്ടായ വിമാനാപകടത്തിൽ കൊല്ലപ്പെട്ട ഒരു ശാസ്ത്രജ്ഞനാണ് ഹോമി ജഹാംഗീർ ബാബ. ഇന്ത്യൻ ആണവ ശാസ്ത്രത്തിന്റെ പിതാവെന്ന് അദ്ദേഹം വിളിക്കുന്നു. പക്ഷെ ഇന്ത്യൻ അണുബോംബിന്റെ പിതാവെന്ന് വിളിക്കുന്ന വേറൊരാളെയാണ്, ഡോക്ടർ രാജ രാമണ്ണ. ഓക്കെ, ഇന്ത്യ ആദ്യമായിട്ട് ആണവ പരീക്ഷണം നടത്തിയത് ഏത് വർഷമാണ്? നിഷാൻ പറയാമോ? 1974 ആണ്. ശരിയാണ്. മെയ് 18. ആദ്യത്തത് മെയ് 18 കേട്ടോ. ഏത് സ്ഥലത്താ? പൊക്രാനിലാണ് ഇന്ത്യയുടെ ആണവ പരീക്ഷണം. അതിനൊരു പേരിട്ടിരുന്നു, സ്മൈലിംഗ് ബുദ്ധ. ബുദ്ധൻ ചിരിക്കുന്നു. അന്നത്തെ പ്രധാനമന്ത്രി ആരാണ്? ഇന്ദിരാഗാന്ധി. എന്നാൽ അതിനുശേഷം വർഷങ്ങൾക്ക് ശേഷം വീണ്ടും രണ്ടാമതും ഇന്ത്യ ആണവ പരീക്ഷണം നടത്തി. അത് ഏത് വർഷം? 1998. 1998 ഏത് ദിവസം എന്ന് പറയാമോ? മെയ് 11. എന്താ പ്രത്യേകത? ഇന്ത്യ രണ്ടാമത്തെ ആണവ പരീക്ഷണം നടത്തിയ 1998 മെയ് 11. ആ മെയ് 11 ഇപ്പോൾ നാഷണൽ ടെക്നോളജി ഡേ, ദേശീയ സാങ്കേതിക ദിനം. നിഷാൻ, അതിന്റെ പേര് പറയോ? ആ ഓപ്പറേഷന്റെ? ഓപ്പറേഷൻ ശക്തി. അന്നത്തെ പ്രധാനമന്ത്രി ആരായിരുന്നു? അടൽ ബിഹാരി വാജ്പേയി ആയിരുന്നു. APJ അബ്ദുൽ കലാം ഒക്കെ സജീവമായി പങ്കുവഹിച്ചിട്ടുണ്ടെന്ന് തോന്നുന്നു, അല്ലേ? ഓക്കെ, അങ്ങനെയാണെങ്കിൽ നമ്മൾ അടുത്ത ചോദ്യത്തിലേക്ക്. ഈ സ്വാതന്ത്ര്യാനന്തര ഇന്ത്യയെക്കുറിച്ചാണ് ചോദ്യമെങ്കിലും ശാസ്ത്രജ്ഞന്മാരുടെ കാര്യം പറയുമ്പോൾ നമ്മൾ ഒരിക്കലും വിട്ടുപോകാത്തൊരു സയന്റിസ്റ്റ് ഉണ്ട്. 1954 ഇന്ത്യ ആദ്യമായിട്ട് ഭാരതരത്ന നൽകിയപ്പോൾ 3 പേർക്ക് കൊടുത്തു. S രാധാകൃഷ്ണന്, ജവഹർലാൽ നെഹ്റുവിന്, കൂടെ ഒരു ശാസ്ത്രജ്ഞനുണ്ടായിരുന്നു. ഭാരതരത്ന ജവഹർലാൽ നെഹ്റുവിന് ഫസ്റ്റ് കിട്ടിയില്ല. സെക്കൻഡ്. പിന്നെ അപ്പൊ ആരൊക്കെയായിരുന്നു? അല്ല, ഫസ്റ്റിൽ ആണോ? പിന്നെ അതെ അതെ, CV രാമൻ, ഡോക്ടർ രാധാകൃഷ്ണൻ, രാജേന്ദ്ര പ്രസാദ്, അങ്ങനെ 3 പേരുണ്ട്. ഉറപ്പാണ്? ജവഹർലാൽ നെഹ്റുവിന് കിട്ടിയിട്ടില്ല. സി രാജഗോപാലാചാരിക്ക് ആദ്യത്തെ ഭാരതരത്ന അല്ലേ? സോറി, അപ്പം സി രാജഗോപാലാചാരി ആണ് ഫസ്റ്റ് കൊടുക്കുന്നത്. പിന്നെ CV രാമനും കിട്ടി, രാജേന്ദ്ര പ്രസാദ്. ഓക്കെ, അപ്പൊ എന്തായാലും ക്വസ്റ്റ്യൻ ഉദ്ദേശിച്ചത് മനസ്സിലായല്ലോ. ഇന്ത്യയുടെ ആദ്യത്തെ ഭാരതരത്ന കിട്ടിയ ശാസ്ത്രജ്ഞൻ CV രാമൻ. അപ്പം അദ്ദേഹത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട നേട്ടം എന്താ? രാമൻ എഫക്ട്. അതിന് 1930 നോബൽ സമ്മാനവും കിട്ടി. ഓക്കെ, രാമൻ റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് സ്ഥാപിച്ചത് എവിടെ? കൊൽക്കത്ത. എന്റെ അമ്മേ, രാമൻ റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് ബാംഗ്ലൂരിൽ. CV രാമൻ എങ്ങനെയാ കൊൽക്കത്തയ്ക്ക് പോയത്? ഓക്കെ, എങ്കിൽ അടുത്ത ഒരു ശാസ്ത്രജ്ഞനെ കുറിച്ച്, കൊൽക്കത്തക്കാരനെ കുറിച്ച് ചോദിക്കാം. ഒരു ഭൗതിക ശാസ്ത്രജ്ഞനാണ്, ഒപ്പം ഒരു സസ്യശാസ്ത്രജ്ഞൻ കൂടിയാണ്. ജെസി ബോസ്. ശരിയായ ഉത്തരം, ജെസി ബോസ്. അദ്ദേഹത്തിന്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറയുന്നത് അദ്ദേഹം
ആണ് സസ്യങ്ങൾക്ക് ജീവനുണ്ടെന്ന് കണ്ടെത്തിയത്. ക്രെസ്കോഗ്രാഫ്. അതിന് സസ്യങ്ങളുടെ അത് ജീവന്റെ അളക്കുന്ന ഉപകരണമാണ് ക്രെസ്കോഗ്രാഫ്. സസ്യങ്ങളുടെ വളർച്ച അളക്കുന്ന ഉപഗ്രഹം ക്രെസ്കോഗ്രാഫ്. ക്രെസ്കോഗ്രാഫ് കണ്ടെത്തിയ ശാസ്ത്രജ്ഞനാണ് ജെസി ബോസ്. ഓക്കെ, മറ്റൊന്നുകൂടെ പറയാം ജഗദീഷ് ചന്ദ്ര ബോസിനെ കുറിച്ച്. ഗീതാഞ്ജലിയിൽ പരാമർശമുള്ള ശാസ്ത്രജ്ഞനാണ് അദ്ദേഹം. രവീന്ദ്രനാഥ് ടാഗോറിന്റെ ഗീതാഞ്ജലിയിൽ അദ്ദേഹത്തെ കുറിച്ച് പരാമർശമുണ്ടെന്ന് പറയുന്നു. എന്തായാലും മൂകസസ്യങ്ങൾക്ക് നാവ് നൽകിയ ഋഷിവര്യൻ. രവീന്ദ്രനാഥ് ടാഗോർ വിശേഷിപ്പിച്ചതാണ് ജെസി ബോസിനെ മൂകസസ്യങ്ങൾക്ക് നാവ് നൽകിയ ഋഷിവര്യൻ. ഇന്ത്യൻ റേഡിയോ ശാസ്ത്രത്തിന്റെ പിതാവ് ജെസി ബോസ്. റേഡിയോ ശാസ്ത്രത്തിന്റെ പിതാവ് ജെസി ബോസ് ആണ്. ബോസ് ഇൻസ്റ്റിറ്റ്യൂട്ട് സ്ഥാപിക്കപ്പെട്ട സ്ഥലം കൊൽക്കത്ത. ജെസി ബോസ്. ഓക്കെ 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 എങ്കിൽ അടുത്ത ചോദ്യം നമ്മൾ പെട്ടെന്ന് നിർത്തുകയാണ്. ആദ്യത്തെ റൗണ്ട് ഓർക്കുക, സ്വാതന്ത്ര്യാനന്തര ഇന്ത്യയിലെ ചില വിശേഷങ്ങളാണ് നമ്മൾ വരുന്നത്. വളരെ ഏറ്റവും സിമ്പിളായ കുറച്ച് വിശേഷങ്ങൾ മാത്രം. ഇന്ത്യൻ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ നിലവിൽ വന്നതെന്ന് 1950 ജനുവരി 25. നിശാൻ, ആദ്യത്തെ തെരഞ്ഞെടുപ്പ് ഇന്ത്യയിലെ ആദ്യ പൊതു തെരഞ്ഞെടുപ്പ് കേട്ടോ. ഇപ്പൊ പൊതു തെരഞ്ഞെടുപ്പ് 52 നടക്കണമെങ്കിൽ അതിനു മുമ്പ് ഇലക്ഷൻ കമ്മീഷൻ വേണമല്ലോ. ഇന്ത്യ റിപ്പബ്ലിക് ആകുന്നതിന് ഒരു ദിവസം മുമ്പ് 1950 ജനുവരി 25 ഇന്ത്യയുടെ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ നിലവിൽ വന്നു. ഇന്ത്യൻ ഭരണഘടനയിലെ ഏത് ആർട്ടിക്കിൾ പ്രകാരമാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ സ്ഥാപിതമായത്? ആർട്ടിക്കിൾ 320. ആർട്ടിക്കിൾ കറക്റ്റ്, ആർട്ടിക്കിൾ 324. കൺഫ്യൂഷൻ ആക്കല്ലേ. ആർട്ടിക്കിൾ 324. ഓക്കെ, ഇനി ഏത് വർഷം മുതൽ? ഓക്കെ, ഇലക്ഷൻ കമ്മീഷൻ രൂപീകരിക്കപ്പെട്ടത് കൊണ്ടാണ് ആ ജനുവരി 25 എന്നുള്ള ഡേറ്റിന് പ്രാധാന്യം വന്നത്. ഇപ്പൊ നമ്മൾ ജനുവരി 25 എന്ത് ദിനമായിട്ടാണ് ആചരിക്കുന്നത്? നാഷണൽ വോട്ടേഴ്സ് ഡേ, സമ്മതിദായക ദിനമാണ് ജനുവരി 25. ഏത് വർഷം മുതലാണ് ജനുവരി 25 സമ്മതിദായക ദിനമായിട്ട്? 2011 മുതൽ. അപ്പോൾ 1950 ജനുവരി 25 ഇലക്ഷൻ കമ്മീഷൻ നിലവിൽ വരുന്നു. ആ ജനുവരി 25 നാഷണൽ വോട്ടേഴ്സ് ഡേ ആയിട്ട് മാറുന്നു. പക്ഷെ അത് ആഘോഷിച്ചു തുടങ്ങുന്നത് 2011 മുതലാണ്. ഇലക്ഷൻ കമ്മീഷനിൽ എത്ര അംഗങ്ങൾ? 3 പേർ. ചീഫ് ഇലക്ഷൻ കമ്മീഷണർ. ഓക്കെ, ഒരു ചീഫ് ഇലക്ഷൻ കമ്മീഷണർ കൂടെ 2 പേർ. അങ്ങനെയാണെങ്കിൽ ആ ഇന്ത്യയുടെ ആദ്യത്തെ ഇലക്ഷൻ കമ്മീഷണർ ആരായിരുന്നു? സുകുമാർ സെൻ. നിഷാനെ, ഇപ്പോഴത്തെ ആളുടെ പേര് പറയോ? ഗ്യാനേഷ് കുമാർ ഇപ്പോഴത്തേത്. ആദ്യത്തെ വനിതാ ഇലക്ഷൻ കമ്മീഷണർ പേര് പറയോ? വി എസ് രമാദേവി. ഒരു ഇന്ത്യൻ ഇലക്ഷൻ കമ്മീഷണർ. അദ്ദേഹം ഏറ്റവും ശക്തനായിരുന്നു, ഒരുപാട് പരിഷ്കാരങ്ങൾ കൊണ്ടുവന്നയാളാണ്, മലയാളിയാണ്. പേര് പറയോ? പാലക്കാട്ടുകാരൻ. APJ അബ്ദുൽ കലാം സ്ഥാനാർത്ഥി. അബ്ദുൽ കലാമിനെതിരെയാണ് 2ാമത്തെ തവണ മത്സരിച്ചത്. രാഷ്ട്രപതി ആർക്കും എതിരെ മത്സരിച്ചിട്ടുണ്ട്. TN ശേഷൻ. ഏറ്റവും കരുത്തരായ ഇലക്ഷൻ കമ്മീഷണർമാരിൽ ഒരാളായിരുന്നു കേട്ടോ, ശേഷൻ. ഓക്കെ, ഒരാൾ ഇലക്ഷൻ കമ്മീഷണർ ആയി കഴിഞ്ഞാൽ അദ്ദേഹത്തിന്റെ കാലാവധി പറയോ? 65 വയസ്സ് വരെ അല്ലെങ്കിൽ 6 വർഷം. 6 വർഷമാണ് കാലാവധി. 6 വർഷമായി കഴിഞ്ഞാൽ 6 വർഷം കഴിഞ്ഞാൽ അദ്ദേഹം രാജിവെച്ചോണം, അല്ലെങ്കിൽ 65 വയസ്സ്. ഓക്കെ, സംസ്ഥാനങ്ങൾക്ക് ഇപ്പോൾ തെരഞ്ഞെടുപ്പ് കമ്മീഷനുണ്ട്. അതിന് കാരണമായത് ഇന്ത്യൻ ഭരണഘടനയിൽ വന്ന ഒരു ഭേദഗതിയാണ്. അല്ലെങ്കിൽ സംസ്ഥാനത്ത് ഇലക്ഷൻ കമ്മീഷന്റെ ആവശ്യമില്ലായിരുന്നു. ഒരു ഭേദഗതി എന്ന് പറയുന്ന കാര്യത്തിലല്ലോ, 2 എണ്ണം. ഏതൊക്കെയാണ്? 73, 74. പഞ്ചായത്ത് രാജ്, നഗരപാലിക. നിഷാൻ, പഞ്ചായത്ത് രാജ്, നഗരപാലിക ഭേദഗതികൾ വന്നപ്പോഴാണ് നമ്മുടെ നാട്ടിൽ പഞ്ചായത്തുകളിലേക്കും മുനിസിപ്പാലിറ്റികളിലേക്കും കോർപ്പറേഷനിലേക്കും ഇലക്ഷൻ വേണ്ടി വന്നത്. നിബി. ഓക്കെ, അപ്പൊ പഞ്ചായത്തിലും കോർപ്പറേഷനിലും ഒക്കെ ആ ഇലക്ഷൻ നടക്കണമെങ്കിൽ അതിനു വേണ്ടി വന്നതാണ് സംസ്ഥാന ഇലക്ഷൻ കമ്മീഷൻ. നിയമസഭയിലേക്കും പാർലമെന്റിലും ഒക്കെയുള്ള ഇലക്ഷൻ നടത്തുന്നത് സെൻട്രൽ ഇലക്ഷൻ കമ്മീഷനാണ്. ഓക്കെ, അപ്പം 73, 74 ഭരണഘടനാ ഭേദഗതികൾ പ്രകാരമാണ് സംസ്ഥാന തിരഞ്ഞെടുപ്പ് കമ്മീഷൻ നിലവിൽ വന്നത്. ഒരു ചോദ്യം കൂടി, സംസ്ഥാന തിരഞ്ഞെടുപ്പ് കമ്മീഷന്റെ ഫോർമേഷനുമായി ബന്ധപ്പെട്ടുള്ള ഭരണഘടനയിലെ ആർട്ടിക്കിൾ ഏതാണ്? അതാണോ 243? 243. 243. അല്ല, ഇത് നിങ്ങള് ഒരു കേസ് നോക്കിയേ. ദേശീയ ഇലക്ഷൻ കമ്മീഷനിൽ നമ്മുടെ ഇന്ത്യൻ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ചോദിച്ചാൽ 324. മറിച്ച് സംസ്ഥാനത്തിന്റെ ചോദിച്ചാൽ 200. അതായത് ആദ്യം കിടന്ന് 3 എടുത്ത് അവസാനത്തേക്ക് കിടണം. എങ്കിൽ വീണ്ടും സ്വാതന്ത്ര്യാനന്തര ഇന്ത്യയിലെ നേട്ടങ്ങളുടെ പട്ടികയിലേക്ക് ചേർത്ത് വെക്കാവുന്നതിനെ കുറിച്ച് ഒരു ചെറിയ ചോദ്യം കൂടി. ഇന്ത്യയുടെ ആദ്യത്തെ മെട്രോ ട്രെയിൻ സർവീസ് കൊൽക്കത്ത മെട്രോ. യെസ്, ഏത് വർഷം? ഏത് വർഷമായിരുന്നു കൊൽക്കത്ത മെട്രോ? 2002. എടാ പോടാ. 2002 ഒരു പ്രത്യേകത ഉണ്ട്. 2ാമത്തെ മെട്രോ ഡൽഹിയിൽ വന്നത് 2002. 1984. എനിക്ക് 1 വയസ്സുള്ളൂ. 1984
1984 കേട്ടോ. 1984 കൊൽക്കത്ത. രണ്ടാമത്തെ മെട്രോയാണ് ന്യൂഡൽഹിയിലെ, അത് 2002. ഇന്ത്യയിലെ ഏറ്റവും വലിയ മെട്രോ ഡൽഹി മെട്രോയാണ് ഏറ്റവും വലുത്. നമ്മുടെ കൊച്ചിക്കാണ് കേരളത്തിൽ മെട്രോ ഉള്ളത്. ഇന്ത്യയിലെ എത്രാമത്തെ മെട്രോയാണ് കൊച്ചി മെട്രോ? 8ാമത്തെ മെട്രോ. ശരിയായ ഉത്തരവാണ്. ഓക്കെ. മെട്രോമാൻ ഓഫ് ഇന്ത്യ ഇ ശ്രീധരൻ. മെട്രോമാൻ ഓഫ് ഇന്ത്യ ഇ ശ്രീധരൻ അല്ല, മെട്രോമാൻ ഓഫ് ഇന്ത്യ ഇ ശ്രീധരൻ എന്ന് വെച്ച് നിഷാൻ പറഞ്ഞു ചോദിക്കാം. നമ്മ മെട്രോ ഏതാ? ഏതാടാ? അതാ പറഞ്ഞു. ഞാൻ പറയില്ല. പറഞ്ഞു ബംഗളൂരു. ഓക്കെ, ശരി. ലോക ചരിത്രത്തിലെ ഏറ്റവും ഭീകരമായ ഒരു വ്യാവസായിക ദുരന്തം ഉണ്ടായത് സ്വാതന്ത്ര്യാനന്തര ഇന്ത്യയിലാണ്. ഭോപ്പാൽ ദുരന്തം. എന്ന് എപ്പോൾ? 1984 ഡിസംബർ 3. 1984 ഡിസംബർ 3 ഭോപ്പാൽ ദുരന്തം ഉണ്ടായത്. 1984 തന്നെയാണ് കൊൽക്കത്തയിൽ മെട്രോ വന്നത്. ഓക്കെ, പറഞ്ഞു നിഷാൻ. ഏത് കമ്പനി? യൂണിയൻ കാർബൈഡ് എന്ന് പറയുന്ന ആ സ്ഥാപനത്തിൽ നിന്നാണ് വിഷവാതകം. മീഥൈൽ ഐസോസയനേറ്റ്, അതാണ് വിഷവാതകം. മീഥൈൽ ഐസോസയനേറ്റ്. ഓക്കെ, യൂണിയൻ കാർബൈഡും. അപ്പോൾ ഒരൊറ്റ ചോദ്യം കൂടെ ചോദിച്ചുകൊണ്ട് ഇന്നത്തെ നിർത്തുക. ഒരു ചോദ്യത്തിന് മുമ്പ് നമ്മുടെ ചാനൽ ഇതുപോലുള്ള വീഡിയോകളൊക്കെ കിട്ടണമെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം. അതുപോലെ അതൊക്കെ ചെയ്യണം. എല്ലാത്തിനും ഉപരി നമുക്കിപ്പോൾ നമ്മുടെ ചാനലിൽ ജോയിൻ ചെയ്യാനുള്ള ഒരു സാഹചര്യം, അവസരം കൂടിയുണ്ട്. അപ്പൊ പരമാവധി ആൾക്കാർക്ക് വേണമെങ്കിൽ നമ്മുടെ ചാനലിൽ ജോയിൻ ചെയ്യാം. ഒപ്പം ഞങ്ങൾ ലൈവ് ഒക്കെ വരാൻ പ്ലാൻ ചെയ്യുന്നുണ്ട്. സൂപ്പർ താങ്ക്സും സ്പെഷ്യൽ സ്റ്റിക്കേഴ്സും ഉള്ള അവസരങ്ങളും ആ പുതിയ സ്പെഷ്യാലിറ്റി അതൊക്കെ ഉണ്ട്. വേണമെങ്കിൽ ആൾക്കാർക്ക് വേണമെങ്കിൽ ഞങ്ങളെ ഇഷ്ടമാണെങ്കിൽ പരിഗണിക്കാവുന്നതാണ്. സൂപ്പർ താങ്ക്സും നമ്മുടെ ചാനലിൽ ജോയിൻ ചെയ്ത കാര്യമൊക്കെ പരിഗണിക്കാം. എങ്കിൽ അവസാനത്തെ ചോദ്യം, ലാസ്റ്റ് ചോദ്യം ഇന്നത്തെ, അതായത് അതൊരു കറണ്ട് അഫയേഴ്സും കൂടിയാണ് കേട്ടോ. ഒരു ആനുകാലികവും കൂടിയാണ്. അതായത് കഴിഞ്ഞ മാസങ്ങളിൽ പത്രങ്ങളിലും കണ്ടതാണ്. ഈ ഭോപ്പാൽ ദുരന്തത്തിന്റെ ഭാഗമായിട്ട് ആ ഫാക്ടറി ഉപേക്ഷിക്കപ്പെട്ടു. ഒരുപാട് വേസ്റ്റ് മറ്റ് മെറ്റീരിയൽസ് ഒക്കെ ഉണ്ട്. അതെല്ലാം മധ്യപ്രദേശിൽ തന്നെയുള്ള മറ്റൊരു സ്ഥലത്തേക്ക് ട്രാൻസ്ഫർ ചെയ്തു. ട്രാൻസ്ഫർ കഴിഞ്ഞ ദിവസം പൂർത്തിയാക്കി. എന്നാൽ അത് ആ ട്രാൻസ്പോർട്ടേഷന്റെ ഭാഗമായിട്ട് ഒരുപാട് വിവാദങ്ങളൊക്കെ ഉണ്ടായിരുന്നു. എങ്ങോട്ടേക്കാണ് ഭോപ്പാൽ ദുരന്തത്തിന്റെ ഈ വേസ്റ്റുകളൊക്കെ മാറ്റിയത്? മധ്യപ്രദേശിൽ തന്നെയുള്ള പീതംപൂർ. ശരിയായ ഉത്തരം. അപ്പോൾ ഇതുപോലുള്ള കൂടുതൽ വീഡിയോകളായി ഞങ്ങൾ വീണ്ടും വരുന്നതായിരിക്കും. അതുവരെ ശരി, ബൈ. സ്നേഹപൂർവ്വം കോട്ടയത്ത് നിന്നും നിശാനൊപ്പം.